യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചൊല്ലിയ ഓരോ വരികളുടെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, അവിടുത്തെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടാൻ മരിക്കുന്ന സമയം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാൻ പാപികളായ നിങ്ങൾക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അബ്ബാസ് ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരൊക്കെ എത്ര തവണയാണ് കണ്ടത്, അബ്ബാസ് ഉസ്താദൊക്കെ എത്ര തവണയാണ് ഹബീബായ തങ്ങളെ കണ്ടത്. അല്ലാഹു നമുക്കും കാണാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ മജ്ലിസിൽ വിനീതനായ ഞാനെത്തിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട് ജീവിതം മുഴുവനും അവിടുത്തെ മഹബത്തിന് വേണ്ടി സമർപ്പിച്ച് എപ്പോഴും സ്വലാത്ത് ചൊല്ലി മദീന എന്ന ചിന്ത എപ്പോഴും ഖൽബിൽ സൂക്ഷിച്ച് നടന്ന് മരണസമയത്തും ആ മഹബത്തിലായ മഹബത്തൊക്കെ റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ച മഹാനായ ശൈഖുനാ അബ്ബാസ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവരുടെ ഒരു ചെറിയ മുതഅല്ലിം എന്ന നിലക്ക് എന്നോട് കാണിച്ച ആ മഹബത്തും സ്നേഹവും അവിടത്തോടുള്ള ആ മഹബത്ത് നമ്മുടെ ഖൽബിലും ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഈ മജ്ലിസിലേക്ക് ഈ വിനീതൻ എത്തിച്ചേർന്ന് ഉറച്ചു വിശ്വസിക്കുക. ഉസ്താദിന്റെ നളർ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം ആ മഹത്തായ സ്ഥാപനം അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ സഖാഫി ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ.